കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്തെന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം. അങ്ങയുടെ ദൈവമായ അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തരുടെയും നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ ഓരോരുത്തരെയും അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ. കനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അങ്ങ് പ്രവർത്തിച്ച അത്ഭുതം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് അങ്ങ് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിഞ്ഞു കുറഞ്ഞു പോകുന്ന അവസരങ്ങളിലെല്ലാം അങ്ങയുടെ ദൈവമായ അനുഗ്രഹം ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിന്റെ കൂടുതൽ ലഹരിയും കൂടുതൽ നന്മയും പകർത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് കുടുംബത്തിലെ എല്ലാവരെയും അങ്ങേ തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആശ്രയ അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ പ്രത്യേകമായ അനുഗ്രഹവും അങ്ങേ പ്രത്യേക കൃപയും കൊണ്ട് ഈ മകളെ നിറയ്ക്കണമേ. ഇവരുടെ കർഷകരുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹമുള്ള ദിവസങ്ങളായി ഇനിയുള്ള ദിവസങ്ങൾ മാറുവാനായിട്ട് അങ്ങ് കൃപ ചെയ്യണം. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. सारी रात जगावे यादां नू जिक्र तरावे आए क्यों ना आए सुभावे हानिया तेरी होके मरा जिंद जान करा तेरी होके मरा जिंद जान करा छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे जद भी तैनू तकदी आवे अखियां भी
के छावा दिल दे तेनु कोल बिठावा तक तक तेनु खैरा पावा हानिया तेरी உருகி போனதடி என் உள்ளம் யானியே குருகி போனதடி என் எண்ணம் யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி போனதடி என் உள்ளம் யானியே குருகி போனதடி என் எண்ணம் யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி போனதடி என் உள்ளம் யானியே குருகி போனதடி என் எண்ணம் யானியே I'll be forever by your side. I'll be the safest place for you to hide. Your love, it makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. എന്നോട് സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടണോ അനുഗ്രഹിക്കപ്പെടണോ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ സുവിശേഷം അധ്യായം 2 ഒന്നുകൂടെ നിങ്ങൾ തിരുവചനങ്ങൾ
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവരക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവരക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായില് ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. Never felt my heart beat so wild while the sunset sets the night on fire. You and me here, and it feels so right. We got a beautiful story. Every moment on and on, we got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. അഖിൽ എന്ന് അർഷയോടും അർഷ എന്ന് അഖിലിനോടും ദൈവത്തിന് മുമ്പാകെ, സഭയുടെ മുമ്പാകെ, ബന്ധുജനങ്ങളുടെ മുമ്പാകെ വിവാഹ ജീവിതത്തിലുള്ള സമ്മതം ഏറ്റുപറയുക കൊടുക്കാൻ എത്തിയിരിക്കുന്നത് അർഷയുടെ കുടുംബാംഗം കൂടിയായ ബഹുമാനപ്പെട്ട ആന്റണി പുതുശ്ശേരി അച്ഛനാണ്. CMI സഭയിലെ കളമശ്ശേരിയിലെ രാജഗിരി കോളേജിൽ പഠിപ്പിക്കുന്ന അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിന്റെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട റബാക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അഖിലിനെയും അർഷയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവേൻ.
ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ദാസത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട അക്ഷയുടെയും അഖിലിന്റെയും വിവാഹ വാഗ്ദാനത്തിനാണ് നാം ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുക. നമുക്കറിയാം, കുടുംബജീവിതം ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്നതും ദൈവകൃപയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ദൈവാനുഗ്രഹത്താൽ അത് പരിപൂർണമാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസവും ദൈവത്തിന്റെ അധിഷ്ഠിതമായ സ്നേഹവുമാണ്. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയ പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹ ഉദാശയിലൂടെ അക്ഷയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഹർഷ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ അഖിലിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സഭയെ നിർമ്മലമായ വിധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്തതായി ദാസ്യത്തിന്മേൽ അങ്ങയുടെ കാരണത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ പിതാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്ട ഞങ്ങളുടെ സഭയുടെ മേലത്തെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായകവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥനായ നയിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തിന്റെയും സാരയായെയും ഇസ്ഹാക്കിനെയും റബാക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നാം ഉദാശിക്കായി അറിയുവാൻ ദൈവം നിങ്ങളെ My home is not a highway, a straight road to follow on well-known lone pavements. I roam through wide open space with no maps or foot tracks, no turning
I'm still out here and I'm still moving along, still wondering. I'm still at it, I'm still keeping on, still wondering. I'm not lost, I'm still just wondering. My aim is distant, far away. I'm believing in long reaching. I'm leaning in and I'm hanging on. I'm still out here and I'm still moving along, still wondering. I'm still at it, I'm still keeping on, still wondering. I'm not lost, I'm still just wondering where I go. I am not certain that I know I will be fine. Where I go, I am not certain that I know. All in good time, all in good time. And if this is being lost, then may I never be found. I'm still out here and I'm still moving along, still wondering. I'm still at it, I'm still keeping on, still wondering. I'm not lost, I'm still just wondering. Of all the times, of all the lives you started over,